പരസ്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ഡെയിലി അത്യാവശ്യം നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വലിയൊരു എമൗണ്ടൊന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. പേടിഎമ്മിലേക്ക് ഡയറക്റ്റാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. പേടിഎം ഏണിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പരസ്യങ്ങൾ കണ്ടുകൊണ്ട് ഡെയിലി ഒരു 10-15 രൂപ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കുറഞ്ഞ ടൈം കൊണ്ട് ഒരു 10 മിനിറ്റ് ഇതിൽ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 10-15 രൂപ, ഒരു 10-20 മിനിറ്റ് ഇതിൽ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 10-20 രൂപ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് റെഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത്രമാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്കുള്ളത്. കൂടുതലായിട്ട് പിന്നെ റെഫർ ചെയ്യേണ്ടതില്ല, ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. മിനി KYC മതി. മിനി KYC ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ആവുന്നുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. 3 കാര്യങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ചെയ്തു വെച്ചേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടുകൂടെ ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിലിടുക. നിങ്ങൾക്ക് തന്നെയാണ് ഗുണം കിട്ടുന്നത്. ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിലിടണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും നിങ്ങളും കാണലുണ്ടാവില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസൊന്നും നിങ്ങൾക്ക് ലഭിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിലിടുക. അതുപോലെ തന്നെ ഡെയിലി ഒരുപാട് ഓഫേഴ്സ് ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ ഡെയിലി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം വീഡിയോ ചെയ്യൽ നടക്കില്ല. അതുകൊണ്ട് നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലെല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ: ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിലിടുക, ടെലഗ്രാം ചാനലിലും കൂടി ജോയിൻ ചെയ്തിരിക്കുക. ഇത് 3 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അത്രക്കും സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. നിങ്ങൾക്കിവിടെ പെർമിഷൻസ് അലോ ചെയ്യാം. പെർമിഷൻസ് അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരിക. ഇവിടെ ഒരു ആഡ്സ് ലോഡാവും. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ബ്ലാക്ക് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം സ്ക്രീന്, ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ പരസ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ റെഡ് കളറിൽ ഇതൊക്കെ പരസ്യങ്ങളാണ്. ഇത് കണ്ടിട്ടാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫസ്റ്റ് ഒരു പരസ്യം കാണാം. ഏതെങ്കിലും ഒരു പരസ്യത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ പരസ്യങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട്, ഇതൊക്കെ ഓരോ പരസ്യങ്ങളാണ്, ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു പരസ്യം കാണാം. ഈ ഒരു പരസ്യത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്ങനെ പരസ്യം കാണുക വെച്ചാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബാനർ പരസ്യം വരും. ഇത് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. അതിൻ്റെ ശേഷം മുകളിലുള്ള പിന്നെ ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതുപോലൊരു ബാനർ പിന്നെ ഇതായിരിക്കും വരിക. ഇവിടെ നമുക്ക് താഴെ കാണാം ഒരു ബ്ലാക്ക്. അത് ബ്ലാക്ക് ഫുള്ള് വൈറ്റ് ആകുന്നത് വരെ നിങ്ങൾ എന്താക്കുക, വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഏണിങ്സ് കിട്ടുള്ളൂ. അതിൻ്റെ ശേഷം നിങ്ങൾ അത് ഫുള്ള് വൈറ്റ് ആയതിൻ്റെ ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു ലൈക്ക് കാണാം. ആ ലൈക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്രയും ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. ജസ്റ്റ് ഇവിടെ 3 ഡോട്ട് ഉണ്ട് മുകളിലായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു റെഡ് കളർ ബ്ലാക്കായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പരസ്യം കാണാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ള പരസ്യങ്ങളാണ് നമ്മൾ കാണുക. ഇവിടെ മുകളിലൊരു 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. നമ്മളൊരു പരസ്യം കണ്ടപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് ആഡായിട്ടുണ്ട്. യുവർ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു പോയിന്റ് ആഡായിട്ടുണ്ട്. ഇനി അടുത്ത പരസ്യം കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തൊരു റെഡായിട്ടുള്ള ഒരു പരസ്യം. ആ പരസ്യത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ബാനർ വരും പരസ്യത്തിൻ്റെ. അത് ജസ്റ്റ് മുകളിലുള്ള ആ പിന്നെ കട്ടിൻ്റെ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പിന്നെ പരസ്യം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരിക. പിന്നെ ഇവിടെ നമുക്കൊരു ബ്ലാക്ക് കാണാം. ഈ ഒരു ബ്ലാക്ക് ഫുള്ള് മാഞ്ഞു പോയിട്ട് വൈറ്റ് ആകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഇപ്പം അതിങ്ങനെ കുറഞ്ഞ് പോകുന്ന ഫുള്ള് വൈറ്റ് ആയതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലൈക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ഒന്ന് ബാക്ക് വന്നാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ബ്ലാക്ക് ആയിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം അത് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഈ 2 പരസ്യം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി മുകളിൽ കാണാം ആ 3 ഡോട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മിനിമം വിഡ്രോയിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് 8 പോയിൻ്റാണ്. 8 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ 1 രൂപ നമ്മുടെ പേടിഎമ്മിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പരസ്യങ്ങൾ കാണാം. ഇതിൽ ഡെയിലി നമുക്കൊരു 10-15 രൂപ നമുക്കൊരു 10 മിനിറ്റിൻ്റെ വർക്ക് കൊണ്ട് തന്നെ 10-15 രൂപ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം ഒരുപാട് പരസ്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി പേടിഎം ക്യാഷ് ഏൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് 8 പോയിൻ്റാണ്. 8 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റെഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പരസ്യം വരാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ കസ്റ്റമർ കെയറിനെ കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വാട്സപ്പ് സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ടെലഗ്രാം ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൽ പരസ്യം വരാതിരുന്നാൽ ചില സമയത്ത് ഇതിൽ പരസ്യം വരാതിരിക്കും. അപ്പോൾ അവരോടൊന്ന് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്താൽ മതി. ചില അക്കൗണ്ടുകൾക്കാണ്, എല്ലാവർക്കും ഇല്ല. അങ്ങനെ പരസ്യം കണ്ടുകൊണ്ടാണ് നമുക്കിതിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക. പരസ്യം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റവന്യൂ കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 8 പോയിൻ്റ് ആയി കഴിയുമ്പോൾ നമുക്കിവിടെ റെഡീം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും മുകളിലായിട്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ആ റെഡീമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേടിഎം നമ്പർ ചോദിക്കും. ആ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1 രൂപ, അഥവാ 8 പോയിൻറ്റിന് 1 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് 10-15 രൂപക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് ഡെയിലി ഏൺ ചെയ്തെടുക്കാൻ പറ്റും ഈ പരസ്യം കണ്ടുകൊണ്ട് മാത്രം. അത്ര ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്തിട്ട് പേടിഎമ്മിലേക്ക് മാറ്റുക. അതിൻ്റെ പ്രൂഫ് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഈ ആപ്പ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ദ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ദിസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുക. നമുക്കിതിൽ ഏണിങ്സ് ഒന്നും പിന്നെ റെഫറലിന് കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ മസ്റ്റായിട്ട് ഇട്ട് വെച്ചേക്കുക.